ഒരു ചെമ്പനീർ പൂവ് വളരെ നിർണായകമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളിലേക്ക് പോവുകയായിട്ട് നമ്മുടെ സച്ചി ആകപ്പാട് കുടിച്ച് പറ്റായിരിക്കുകയാണ്. നമ്മുടെ രേവതിയെ പറ്റി ആലോചിച്ചിട്ടാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. രേവതി ആണെങ്കിൽ കട്ട ഡയലോഗ് അടിച്ചിട്ടാണ് നമ്മുടെ സച്ചിയുടെ മുന്നിൽ നിന്നും പോയിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും. നിങ്ങൾ ഒരു ദിവസം എൻ്റെ ആ ഒരു നിരപരാധിത്വം നിങ്ങൾ മനസ്സിലാക്കും. അന്ന് നിങ്ങൾ എന്നെ തേടി വരുമ്പോൾ എന്നെ നിങ്ങൾ കാണില്ല എന്നും പറഞ്ഞാണ് നമ്മുടെ രേവതി നമ്മുടെ സച്ചിക്ക് മുന്നിൽ നിന്നും പോയത്. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ സച്ചി എന്താ പറയാ മുട്ടൻ കുടിക്കുന്നത് രംഗങ്ങളും തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിച്ചത്. അതിനുശേഷം ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയും കൂട്ടുകാരും തമ്മിലിങ്ങനെ വണ്ടിയിൽ പോകുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ കൊണ്ട് നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. പക്ഷെ രേവതി ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്താൽ തന്നെയും രേവതിയുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, ഫാൻ്റെ ഒച്ച മാത്രം കേൾക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരൻ സച്ചിയോട് പറയുമ്പോൾ സച്ചിക്ക് ആകപ്പാടെ ഒരു ഹൃദയവേദനയാണ്. നമ്മുടെ രേവതിക്ക് എന്ത് പറ്റി, ഇനി അവൾ വല്ല പറഞ്ഞതുപോലെ വല്ല കടുങ്കയും ചെയ്ത് കാണുമോ എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് നമ്മുടെ സച്ചി. അപ്പോൾ സച്ചി മിക്കവാറും നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും ചെല്ലാൻ പോകുന്നത് നമ്മുടെ രേവതി അന്വേഷിച്ച്. ഇനി രേവതി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ വർഷയും ശ്രീകാന്തും ഉടക്കിയാണല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും. ശ്രീകാന്ത് എപ്പോഴും വീട്ടുകാരുടെ കാര്യം പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ ഉടക്കിയാണ് അവിടെ നിന്നും ആ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ശ്രീകാന്തിനെ നമ്മുടെ സച്ചി വന്ന റെസ്റ്റോറൻറ്റിൽ വെച്ച് പൊരിഞ്ഞടി അടിച്ചു എന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞ് നമ്മുടെ വർഷ തിരികെ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കാൻ വരുന്ന രംഗങ്ങളും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഇനി അയാൾ അങ്ങനെ അടിച്ചാൽ നിന്റെ ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല, വേണ്ട കാര്യം ഞാൻ ചെയ്തിരിക്കും, വേണ്ടതുപോലെ ഞാൻ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ നമ്മുടെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പക്ഷേ ശ്രീകാന്ത് ഒരക്ഷരം മറുത്ത് പറയുന്നില്ല കേട്ടോ. എന്നാൽ സ്വന്തം ചേട്ടനെ പറ്റിയാണ് പറഞ്ഞത്. താൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടാണ് ചേട്ടനിങ്ങനെ പ്രതികരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ശ്രീകാന്തിന് നല്ലോണം അറിയാം. എന്നിരുന്നാൽ പോലും നമ്മുടെ സച്ചിയെ പറ്റി നമ്മുടെ വർഷ അങ്ങനെ പറയുമ്പോൾ ഒരു മറുത്തക്ഷരം നമ്മുടെ ശ്രീകാന്ത് മിണ്ടാത്തത് ഒരു കഷ്ടം തന്നെയാണ് കേട്ടോ. എന്നാലും നമുക്ക് നോക്കി കാണാം നമ്മുടെ രേവതിക്ക് എന്ത് സംഭവിച്ചു, നമ്മുടെ സച്ചി എങ്ങോട്ടായിരിക്കും പോകുന്നത്, നമ്മുടെ സച്ചി നമ്മുടെ രേവതിയുടെ കാര്യത്തിൽ എന്ത് സ്റ്റാൻഡായിരിക്കും എടുക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിക്കാണും. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.